ഹലോ. ഇന്ന് തോപ്പുംപടി മുതൽ ചേർത്തല വരെയുള്ള യാത്രയാണ് ഈ കാണുന്നത്. തോപ്പുംപടിയിൽ നല്ല ബ്ലോക്കായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിരുന്നു കേട്ടോ ഇന്ന് മുന്നോട്ട് പോക്കെല്ലാം. ഞങ്ങളങ്ങനെ തോപ്പുംപടി കടന്ന് ബ്ലോക്കെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വരികയാണ്. ഇവിടെ നിന്ന് ആദ്യത്തെ ലെഫ്റ്റ് പോകണം. എന്നാലാണ് നമുക്ക് തീരദേശ റൂട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളതാ ലെഫ്റ്റ് തിരിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു വലത്തോട്ട് തിരിഞ്ഞ് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് വളരെ തീരെ ചെറിയൊരു വഴിയാണ്. കാറ് പോകും, ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബൈക്കുകാരൊക്കെയും ഈ വഴിയാണ് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് നല്ലൊരു ഓപ്ഷനാണ്, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഒന്നും കൂടി പള്ളുരുത്തി കൂടിയാണ് നേരിട്ട് മുന്നോട്ട് വരുന്നത്. വഴിയിലൊക്കെ അത്യാവശ്യം തിരക്കുള്ള സമയമാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് വലിയ തിരക്കൊന്നും കിട്ടിയില്ല. ഈ വരുന്ന വഴിയിലൊക്കെയും നല്ല നല്ല കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു നല്ല ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു കടയുണ്ട്. മുന്നോട്ട് വരുന്ന ഒരു ജംഗ്ഷനിലേക്കാണ്. ഇവിടെ ഒരു നല്ലൊരു ആക്രിക്കടയുണ്ട്. പല ദിവസങ്ങളിലും ലോഡ് കണക്കിന് ആക്രി സാധനങ്ങൾ കയറ്റി പോകുന്നൊരു നല്ല തിരക്കുള്ളൊരു ആക്രിക്കടയാണ്. ഇതാണൊരു ജംഗ്ഷൻ. നമുക്കിവിടെ ഇടത്തും വലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, നേരേക്ക് തന്നെ മുന്നോട്ട് പോകാം. അങ്ങനെ മുന്നോട്ട് പോകുന്നു. വീണ്ടും ഒരു ജംഗ്ഷൻ വരും, അവിടെ നമ്മൾ മുന്നോട്ട് തന്നെ ഇടത്തും വലത്തോട്ടൊന്നും തിരിയേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു സ്കൂളാണ് കേട്ടോ ലെഫ്റ്റ് കാണുന്നത്. സെൻറ്റ് അലോഷ്യസ് കോൺവെൻറ്റ് സ്കൂളാണ്. കാലത്ത് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ തിരക്ക് കിട്ടാറുണ്ട്. നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നാണ് ഞങ്ങൾ സ്ഥിരമായി വാങ്ങുന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. വീണ്ടും ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. ഇടത്തോട്ട് കുറേ വണ്ടികൾ പോകുന്നത് കാണാറുണ്ട്. പക്ഷെ നമുക്ക് വീണ്ടും മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത്. ഇതാ വരുന്നു നമ്മുടെ സ്മാർട്ട് മാർട്ട് എന്നാണ് അതിൻ്റെ പേര്. സ്മാർട്ട് മാർട്ടിൽ നിന്നാണ് ഞങ്ങളിടയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. നല്ല അത്യാവശ്യം തിരക്കുള്ള നല്ല വലിയ സൂപ്പർ മാർക്കറ്റാണ്. നമുക്കിവിടെ ഒന്ന് ടേൺ ചെയ്യണം. പള്ളുരുത്തി ആണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു മസ്ജിദിൻ്റെ മുന്നിൽ എത്തുമ്പോൾ 4 വഴികളുണ്ട്. അതിൽ റൈറ്റിലേക്ക് നമ്മൾ പോകണം. ഇരുവശത്തൊക്കെയും ചെമ്മീൻ ഫാക്ടറികളൊക്കെയാണ്. വലിയ വണ്ടികളൊക്കെ കയറി കിടക്കുന്ന സ്ഥലമുള്ളതാണ് ഇതൊക്കെ. അവിടെയൊക്കെ ഒരു ഫ്ലാറ്റ് പണി നടക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലത്തേക്ക് കൂടെയാണ് കേട്ടോ പോകാൻ പോകുന്നത്. ചീനവലയൊക്കെയും ധാരാളമായിട്ടുണ്ട്. ഈ പാലത്തിലാണ് ചെല്ലാനത്തിലേക്കുള്ള സ്വാഗത ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, വഴിയിൽ സൈക്കിൾക്കാരായാലും നടക്കുന്നവരൊക്കെ ആയാലും വഴി ഒതുങ്ങിയൊന്നും തരില്ല, നമ്മൾ ഒതുക്കി കൊണ്ടുപോകണം.
ഈ വരുന്നത് വേറൊരു വലിയൊരു സ്കൂളാണ്, SPS സ്കൂളാണ്. കാലത്ത് ഇതിൽ കൂടെ വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയയാണ്. കണ്ട നീണ്ടു കിടക്കുന്ന ചെമ്മീൻ പാടങ്ങളാണ് ഇതെല്ലാം. ഞങ്ങൾ ചെറിയൊരു മഴ കിട്ടിയിരുന്നു, ഞങ്ങൾക്കല്ല, അതിനു മുമ്പ് തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇത് നമ്മൾ ചീനവലകൾ ഒത്തിരി കാണുന്ന ഒരു ഏരിയയാണ്. ഇടയ്ക്ക് ചീനവല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് കാണാം. ഇവിടെ വേറൊരു വെള്ളത്തിന് നടുക്ക് ഒരു വലിയൊരു കോർട്ടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ വരുന്നത്. ഫുട്ബോളും ഷട്ടിലും ഒക്കെ കളിക്കാനായിട്ട് ഉള്ളൊരു കോർട്ടാണ്. എൻ്റെ പേരിവിടെ ഉണ്ട്. നല്ലൊരു ചെറിയൊരു കടയുണ്ട് കേട്ടോ അവിടെ. ആ കോർട്ട് കാണിക്കാനായിട്ടാണ് പരിശ്രമിച്ചത്, പക്ഷേ കോർട്ട് കണ്ടില്ല. ഇതൊരു പള്ളിയാണ്, കാട്ടിപ്പറമ്പ് പള്ളിയാണ്. ഇതും പള്ളി വക സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. ഈ അടുത്താണ് മതിലൊക്കെ പണിതതും നല്ല സ്റ്റെയിൻലെസ് ഗ്രില്ലൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് ഇത്തിരി ഇടുങ്ങിയ വഴിയാണ്. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും 2 വണ്ടി അത്യാവശ്യം കടന്നു പോകും. പിന്നെ ഇവിടുത്തെ വീടുകൾക്കൊന്നും മുറ്റമില്ല എന്നുള്ളത് ഇവിടെ ഒരു പ്രത്യേകതയാണ്. മുറ്റത്തേക്ക് ഇറങ്ങുക എന്നത്, റോട്ടിലേക്ക് ഇറങ്ങുക എന്നതാണ്. നമ്മൾ ഏകദേശം നമ്മുടെ തീരദേശ റോട്ടിലേക്ക് വീണ്ടും കയറാൻ പോവുകയാണ്. വലത്തോട്ട് പോയാൽ നമുക്ക് ഫോർട്ട് കൊച്ചി വരെ എത്താം. ഇടത്തോട്ടാണ് നമ്മൾ തിരിയുന്നത്. നമുക്ക് കണ്ണമാലിയിലേക്കാണ് പോകേണ്ടത്. കണ്ണമാലി വഴി കുമ്പളങ്ങി വഴി ചെല്ലാനം വഴി നമുക്ക് ആലപ്പുഴ വരെയും എത്തിച്ചേരാവുന്ന ഒരു നല്ലൊരു വഴിയാണ്. അപ്പോൾ NHൻ്റെ അരൂർ തുറവൂർ ഉയരപ്പാതയൊക്കെ പണി നടക്കുന്നത്, ബ്ലോക്ക് കിട്ടുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു റോഡാണ്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും നല്ല കൃത്യസമയത്ത് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു വഴിയാണ്. വലിയ തിരക്കില്ല, എന്നാൽ ശാന്തമായിട്ട് പോകാവുന്ന ഒരു വഴി. ഇത്രമാണ് ഇന്നത്തെ യാത്ര. താങ്ക് യു.